കേട്ടോ മീരാന്റി, രാധമ്മയ്ക്ക് ഇതുവരെ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും രാധമ്മ കാരണ എനിക്ക് നല്ല പാചകക്കാരി എന്നുള്ള പേര് കിട്ടിയത്. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രാധമ്മയ്ക്ക്. ആ അത് നേരെ. ഒരു ചായ പോലും നേരെ ഇടാൻ അറിയാത്ത ഋതികയെ രാധമ്മ വലിയൊരാളാക്കിയില്ലേ. രമ്യ ഇവിടെ ചുറ്റിക്കറങ്ങിയുന്നത് എന്തോ ദുരുദ്ദേശത്തോടെയാണല്ലോ. മോളിരിക്കെ. വേണ്ട ആന്റി, ഞാനിവിടെ നിന്നോളാം. രമ്യ നല്ല കുട്ടിയാ. ആർക്ക് വേണം വേണുങ്ങളുടെ സർട്ടിഫിക്കറ്റ്? രമ്യയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? പിന്നെ വിവാഹം കഴിക്കാലോ. ആന്റി, പക്ഷേ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആള് എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കുകയല്ലേ. അതാ വിവാഹം നടക്കാത്തത്. എങ്കിലത് പോട്ടെന്ന് വെക്കുമോളെ. നാട്ടിൽ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ഈ രമ്യ പിന്മാറില്ല മാഡം. എനിക്കും ചെറിയ വാശിയൊക്കെ ഉണ്ട്. രമ്യമോള് വാശിക്കാരിയാ. ആന്റി, നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു സെൽഫി എടുത്താലും? മീര മാഡം നമ്മുടെ ഗസ്റ്റാണ്. സെൽഫി ഒന്നും എടുക്കുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതല്ല, മീര മാഡം ആരാണെന്ന രമ്യമോള് വിചാരിച്ചിരിക്കണേ. അവരെ അടുത്തിരിക്കുന്ന പോലും ശരിയല്ല. ഓ, ഞാൻ സെൽഫി എടുക്കുന്നില്ല. വേണുങ്ങളുടെ സമാധാനമായല്ലോ. പാവം, രമ്യക്ക് വിഷമമായെന്ന് തോന്നുന്നു. അത് സാരമില്ല. രമ്യക്ക് ഇത്തിരി അനുസരണം കുറവാണ്. മുതിർന്ന കുട്ടിയല്ലേ, അതിന്റെയൊക്കെ ഒരു പക്വത കാണിക്കണ്ടേ. സെൽഫി എടുക്കാൻ നോക്കിയതേ അത് അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. എടാ, എന്നാലും അത് പത്മാവതി ആയിരിക്കോ? രമ്യ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അത് പത്മാവതി ആവാൻ തന്നെയാ സാധ്യത. അമ്മേ, അതിന് അവള് പറഞ്ഞ പേര് മീര അങ്ങനെ എന്തോ അല്ലേ? എടാ, പേര് മീരാന്ന് തന്നെയാ. പക്ഷേ ഒരു പേര് ഫേക്കാൻ ആർക്കാ പറ്റാത്തെ? അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല അമ്മേ. രമ്യ വിളിക്കുന്നു. അമ്മ വേഗം ഫോൺ എടുക്ക്. ഹലോ. മാഡം, ഞാനേ ആ സ്ത്രീയുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. മാഡം നോക്കിക്കേ. ആ, ഫോട്ടോയ്ക്ക് തെളിച്ചല്ലോ രമ്യ. ഒന്നുകൂടി നന്നായിട്ട് നോക്ക് മാഡം. എടാ ദീപകെ, നിനക്ക് ഈ ഫോട്ടോ നേരെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ബ്ലറാണല്ലോ അമ്മേ. കഷ്ടായല്ലോ. രമ്യേ, ഇതില് ശരിക്കും ആളെ മനസ്സിലാവുന്നില്ല. നീയേ ഒരു ഫോട്ടോ കൂടി എടുത്ത് അയക്കോ? മാഡം, ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ട എടുത്തയച്ചേ. മാഡം ശരിക്കും നോക്കിക്കേ. ഞാനും നോക്കട്ടെ. അമ്മേ, ഇത് ആരാണെന്ന് ക്ലിയർ അല്ലല്ലോ. എടാ, ഇത് ക്ലിയർ അല്ല. നമ്മളിതിപ്പോ ആരാന്ന് വെച്ചിട്ടാ? ഈ പെണ്ണിന് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പാടില്ലായിരുന്നു.
അല്ലെങ്കിൽ അവളെ ഏൽപ്പിക്കുന്ന എന്ത് പണിയാ മര്യാദയ്ക്ക് ചെയ്യുന്നത്? ഡാ, നീ വെറുതെ അവളെ കുറ്റം പറയല്ലേ. അവളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഫോട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ. ആ അമ്മേ, അതിനല്ലേ AI ടെക്നോളജി ഉള്ളത്. എന്ത് AI ടെക്നോളജിയോ? അതൊരു പുതിയ ടെക്നോളജിയാ. അമ്മ ആ ഫോട്ടോ എന്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചേ, ഞാനത് ക്ലിയർ ആക്കി കാണിക്കാം. ഉം? ഇങ്ങനെയൊക്കെ പറ്റുമോടാ? പിന്നെ അതൊക്കെ പറ്റും. അമ്മ സെൻഡ് ചെയ്യും. ഞാൻ നിന്റെ ഫോണിലേക്ക് അയക്കേ. പിടിച്ച ഫൈൻ അടയ്ക്കണം. ഫൈനൊക്കെ ഞാൻ അടച്ചോളാം. അതിനേക്കാൾ വലിയ അപകടമാ രാജുവിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നേ. അവളെ കയ്യോടെ പിടിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോവും. അമ്മയൊന്നും മിണ്ടാതിരിക്കെ, ഞാനവിടെ എത്തിച്ചെന്നാ പോരെ. എപ്പോ? പത്മാവതി പോയിട്ടോ? എന്റെ അമ്മേ, ഞാൻ ഉടനെ അമ്മ അവിടെ എത്തിക്കാം. അമ്മ എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ, എന്റെ കോൺഫിഡൻസ് പോവും. ഓ, അവന്റെ ഒരു കോൺഫിഡൻസ്. എടാ, നമ്മൾ അവിടെ എത്തുമ്പോ പത്മാവതി അവിടെ ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വച്ചേക്കില്ല. പ്ലീസ് അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുവോ? ഞാൻ മനസമാധാനത്തോടെ വണ്ടി ഓടിക്കട്ടെ. ഓ,